എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് അടിപൊളി രസം ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 1 ഗ്ലാസ് പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഈ പരിപ്പ് നമുക്ക് വേവിച്ച് അതിൻ്റെ വെള്ളം എടുക്കാം. അതിലാണ് ഞാൻ രസം ഉണ്ടാക്കുന്നത്. ഇനി അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കിതാ കറിവേപ്പില, മല്ലിയില, വറ്റൽമുളക്, ചെറിയ ഉള്ളി, കുരുമുളക് ചതച്ചത്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച്, തക്കാളി, കായം, പിന്നെ ഞാൻ പുളി പിഴിഞ്ഞ് വെള്ളം എടുത്തതാണ്. ആ പരിപ്പ് വേവിച്ച് ഞാൻ 2 കപ്പ് വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ കൂട്ടിയാണ് ഞാൻ ഇന്നിവിടെ രസം ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു പാന് അടുപ്പത്ത് വെച്ചു. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നു. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂണ് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് മൂത്തതിന് ശേഷം, ഉലുവയും കൂടി ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു 5 ചെറിയ ഉള്ളി അരിഞ്ഞത് വെച്ചിട്ടുണ്ട്, അതാണ് ഇടുന്നത്. ചെറിയ ഉള്ളി ചതയ്ക്കുമല്ല ഞാൻ ചെയ്തത്, ഞാൻ ചെറുതായിട്ട് അരിഞ്ഞാണ് ഇട്ടത്. ഇതൊന്ന് ഒരു പകുതി മൂപ്പായതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കൊണ്ടിട്ട് ഒന്ന് വഴറ്റാം. നമുക്ക് എല്ലാം കൂടി ഒന്ന് വഴറ്റുന്നു. ഇനി ഇതിലേക്കൊരു 3 വറ്റൽമുളക് അരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുക്കുന്നു. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുന്നു. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്ന് വഴറ്റിയ ശേഷം കുരുമുളക് ചതച്ച് വെച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല പൊടിയായിട്ട് ചതയ്ക്കേണ്ട, തരിയായിട്ട് വെച്ച് അതെല്ലാം നല്ലപോലെ ഒന്ന് മൂത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂണ് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുന്നവരെ. കളറൊക്കെ ആയി വന്നിട്ടുണ്ട്, കണ്ടോ. ഇനി ഇതിലേക്ക് 2 തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, ആ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് വഴറ്റുക. തക്കാളി ആ പൊടിക്കകത്ത് കിടന്ന് ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് തന്നെ ഞാൻ ഒരു ചെറിയ കഷ്ണം കായം കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കായം പൊടിയല്ല ഇടുന്നത്, കട്ടക്കായമാണ് ഇടുന്നത്. ഇങ്ങനെ ആ തക്കാളിയിൽ ആ മുളക് പൊടിയെല്ലാം ഒന്ന് പിടിച്ചതിന് ശേഷം കണ്ടോ, ഇങ്ങനെ ഒന്ന് വഴറ്റണം. വഴറ്റിയതിന് ശേഷം ആണ് കായം ഇട്ട് കൊടുക്കുന്നത്. കായം ഇതിനകത്തിട്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കഴിയുമ്പോഴത്തേനും കായം അതിൽ ഉരുകി ഇറങ്ങിക്കോളും. ഉണ്ടോ. ഇനി അതെല്ലാം കൂടി ഒന്ന് ഇളക്കുക. ഇളക്കി കഴിഞ്ഞ് ഒന്ന് മൂടണ്ട, ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് വെച്ചാൽ മതി. 1 മിനിറ്റ് ഒന്ന് കഴിഞ്ഞ് ഇളക്കിയെടുത്ത് കഴിയുമ്പോൾ ആ കായം അതിനകത്തോട്ട് ഇറങ്ങിക്കോളും. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണല്ലോ, പരിപ്പ് വെന്ത വെള്ളം. ഒരു തക്കാളി ഇങ്ങനെ ഒരു പകുതി വേവായതിന് ശേഷമാണ് ഇനി ഇതിലേക്ക് ഞാൻ മറ്റ് ചേരുവകൾ ചേർത്ത് കൊടുക്കുന്നത്. പുളി പിഴിഞ്ഞ വെള്ളമാണ് ഒഴിക്കുന്നത്. അത് ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്താൽ മതി. ബാക്കി നമുക്ക് പുളി നോക്കിയിട്ട് പിന്നീട് ഒഴിച്ചാൽ മതി. ഇനി ഇതിനകത്ത് കിടന്ന് ഇത് അങ്ങോട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോഴത്തേനും ഇതിന് ഇനി ആവശ്യത്തിനുള്ള ഉപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നു. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് ഇനിയിപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന്, ഈ പുളിവെള്ളത്തിൽ കിടന്ന് തന്നെ തക്കാളി ബാക്കിയും കൂടെ വെന്തോളും. ആ കായോ ഉരുകി ഇറങ്ങും ഈ വെള്ളത്തിൽ. ഒന്ന് നന്നായിട്ടിങ്ങനെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ച ഒരു 2 കപ്പ് വെള്ളമുണ്ട്. ആ വെള്ളമാണ് ഒഴിച്ച് ഞാൻ കൊടുക്കുന്നത്. ഇതിനകത്ത് വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ആ പരിപ്പ് വെന്ത വെള്ളം തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പരിപ്പ് നമ്മൾ വേവിക്കുമ്പം കൂടുതൽ വെള്ളം ഒഴിച്ച് വേവിച്ചാൽ മതി. ഇനി അതൊന്ന് തിളയ്ക്കണം. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ വേണമായിരുന്നു, ഞാൻ ശകലം കൂടെ ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് പാകത്തിന് ഉപ്പും പുളിയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഈ മൈസൂർ മല്ലി ഇലയാണ്, അതിവിടെ ഉണ്ടായിരുന്നതാണ്, ആ ഇലയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. മല്ലിയില ഇട്ട് രസം വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്, വളരെ നല്ലതാണ്. മല്ലിയില ഇട്ട്
ഇങ്ങനെ രസം വെക്കും. നല്ലൊരു സ്മെല്ലാണ് ആ മല്ലിയിലയുടെയും കായത്തിൻ്റെയും വെളുത്തുള്ളിയുടെയും ഒക്കെ വരുന്നത്. ഇതാ നല്ലപോലെ തിളച്ച് നമ്മുടെ രസം ഇതാ ഇവിടെ അടിപൊളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല സുന്ദരമായ രസമാണ്. ഇങ്ങനെ പരിപ്പ് വേവിച്ച വെള്ളത്തിനകത്ത് രസം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കുക. നല്ല സുന്ദരമായ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കറി മതി നമുക്ക് ചോറുണ്ണാൻ. അത്രയും സ്വാദിഷ്ടമായ രസമാണിത്. കണ്ടോ, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. പുതുതായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. വീണ്ടും കാണാം. താങ്ക് യു.